ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും പൊടിയാണ് ചേർത്തത്. ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്ത് മിക്സ് ചെയ്തിട്ട് ചേർത്തു. എന്നിട്ട് അതിലേക്ക് നാളികേരപ്പാലും കൂടി ചേർത്തു. ഒന്നങ്ങോട്ട് തിളച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാം. പിന്നെ വേണ്ടത് നെയ്യിൽ നമ്മൾ നാളികേരക്കൊത്ത് വറുത്തിടുകയാണ്. അപ്പം നിങ്ങൾക്ക് നെയ്യ് വേണ്ട, ഞാൻ ബട്ടറാണ് ഉപയോഗിച്ചത്. നാളികേരക്കൊത്തും കൂടി അതിലേക്ക് വറവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാണ്. നല്ല സ്വാദുള്ള പായസമാണ്. അപ്പോൾ ചിലർ ഈ കൊഴുപ്പിന് വേണ്ടിയിട്ട്, കൊഴുപ്പ് കിട്ടാൻ വേണ്ടി സാബുദാന അരിയൊക്കെ വേവിച്ചിടും. അതും വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പരിപ്പ് തന്നെ ഒന്ന് ഉടച്ചിട്ട് അതിലേക്ക് ചേർത്തത്. ഇനി നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ വേണമെങ്കിൽ പാല് ചേർക്കുകയോ തേങ്ങാപ്പാൽ കുറച്ചും കൂടി ചേർക്കുകയോ ഒക്കെ ചെയ്യാം. ഈ പരിപ്പ് ഏറ്റവും ദേഹത്തിന് ഏറ്റവും നല്ല ഇതാണ്. പരിപ്പുകൾ